അല്ലെങ്കിൽ എല്ലാ ജോലികളും ട്രൈ ചെയ്ത് അതൊന്നും കിട്ടാതെ വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ഒരു വേലക്കാരൻ്റേത് പോലുള്ളൊരു ജോലിയാണ് ഇടയൻ്റെ ജോലി. അവൻ്റെ ഭവനത്തിൽ 8 പേരുണ്ടായിരുന്നു. ബാക്കി 7 പേർക്ക് നല്ല നല്ല പണികൾ അപ്പൻ കൊടുത്തപ്പോൾ ഇവന് കൊടുത്ത ജോലിയാണ് ഇടയൻ്റെ ജോലി. ഇത് ദൈവം എത്രമേൽ നിഷ്കളങ്കനും എത്രമേൽ നന്മയുള്ളവനും എത്രമേൽ എളിമയുള്ളവനുമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ ദൈവം തന്നെ എളിമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മളെ കരുതുന്നു എന്ന് ദൈവം നമ്മളെ കരുതുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് സർവശക്തനായിരുന്നിട്ടും അവിടുത്തെ സർവശക്തിയൊന്നും അവിടുന്ന് കാര്യമാക്കാതെ